തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രധാന പുരോഹിതന്മാരും ഫരിസയരും യേശുവിൻ്റെ ബദ്ധശത്രുക്കളായിരുന്നു. അവിടുത്തെ പ്രവൃത്തികളിലൊന്നും എത്ര ശ്രമിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിനാൽ അവിടുന്ന് എവിടെയെങ്കിലും വെച്ച് സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടാകുമോ എന്നത് അവരുടെ അന്വേഷണമായി മാറി. അതിനാൽ കുറേ സേവകരെ അവർ യേശുവിൻ്റെ പുറകെ അയച്ചു. യേശുവിൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യണം എന്നതായിരുന്നു സേവകർക്ക് നൽകപ്പെട്ട നിർദ്ദേശം. ഈ സേവകർ യേശുവിൻ്റെ പിന്നാലെ നിന്ന് മാറാതെ അനേക ദിവസങ്ങൾ യേശുവിൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്താനാകുമോ എന്ന നിരീക്ഷണ ബുദ്ധിയോടെ നടന്നു. അതിനുശേഷം അവർ തിരിച്ചു വന്നപ്പോൾ പ്രധാന പുരോഹിതൻ പരിസേയരും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാതിരുന്നത്? അതിനവർ കൊടുത്ത മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ മറുപടി പറഞ്ഞു, ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പിതാവിൻ്റെ വചനമാണ് യേശു. അവൻ്റെ സംസാരം തന്നെ അത്ഭുതകരമാണ്. ഇതുവരെയും ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത വിധം സംസാരിച്ച യേശു അവരുടെ ചില വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന പ്രബോധനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ വളരെ സ്വാധീനിച്ച വാക്കുകളാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗം. പ്രത്യേകിച്ച് തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന യേശുവിൻ്റെ പ്രബോധനം. അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വാക്ക്. ശത്രുക്കളെ ദ്വേഷിക്കുക എന്നതാണ് ലോകം കേട്ടിട്ടുള്ളത്. ആദ്യമായി യേശുവാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന പ്രബോധനവുമായിട്ട് വന്നത്. വീണ്ടും ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ 24 മുതൽ വാക്യങ്ങളിൽ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാമോൻ സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി യഹൂദർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ഒരു വലിയ രഹസ്യം പഠിപ്പിക്കുകയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ലോകം ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം. സമ്പത്ത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്ന ആ പുതിയ പ്രബോധനം
സ്വീകാര്യമുള്ളതല്ല. പക്ഷേ സമ്പത്തിനോട് അടിമപ്പെടുന്നവർ ദൈവത്തിൽ നിന്ന് സ്വാഭാവികമായി അകന്നു പോകും എന്ന് യേശു താക്കീത് ചെയ്യുകയാണ്. നിയമം മുഴുവൻ പൂർത്തിയാക്കാൻ വന്നവനാണ് താൻ എന്ന യേശുവിൻ്റെ മറ്റൊരു പ്രസ്താവന. അവിടുന്ന് പറയുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് യേശുവിൻ്റെ ഒരു അവകാശവാദം, ആകാശം ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും സംഭവിക്കുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനുശേഷം ഈശോ പറയുകയാണ്, അവിടുന്നാണ് നിയമത്തെ പൂർത്തിയാക്കുന്നവൻ. ജീവൻ നൽകുന്നവൻ താനാണ് എന്ന് യേശു അസന്നിഗ്ധമായി യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ പിതാവ് മരിച്ചവർ ഉയർപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. വീണ്ടും ഈശോ പറയുകയാണ്, എല്ലാവരെയും വിധിക്കാനിരിക്കുന്നവൻ അവിടുന്നാണ്, പിതാവല്ല. യോഹന്നാൻ 5:22, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. യേശു താൻ ജീവൻ്റെ അപ്പമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരധ്യായമാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് അസന്നിഗ്ധമായി യേശു പഠിപ്പിച്ചു. എന്നെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും വിശക്കുകയില്ലെന്നും അവിടുന്ന് പ്രഖ്യാപിച്ചു. വീണ്ടും യോഹന്നാൻ 8:12 വാക്യത്തിൽ യേശു പറയുന്നത്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന്. ബൈബിൾ ഇരുട്ട് പാപത്തിൻ്റെ പ്രതീകമാണ്. ആദത്തിൻ്റെ പാപഫലമായി എല്ലാ മനുഷ്യരിലും ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനമുണ്ട്. അതായത് ത്രിവിധ ദുരാശകൾക്ക് എല്ലാവരും പ്രലോഭിതരാകുന്നു. അങ്ങനെ പാപത്തിൻ്റെ അന്ധകാരം കൊണ്ട് ലോകം മൂടിയിരിക്കുകയാണ്. യേശു അവകാശപ്പെടുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അതായത് എല്ലാ മനുഷ്യരെയും പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളവൻ താനാണ് എന്ന് യേശു പറയുകയാണ്. യോഹന്നാൻ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്നാണ് കാഴ്ചയുടെ ഉറവിടം എന്ന് അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശു പഠിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ താൻ നല്ല ഇടയനാണ് എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. തനിക്ക് മുമ്പേ വന്നവരെല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരുമാണ് എന്ന് പറഞ്ഞ ശേഷം ഈശോ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയനായി ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ സമർപ്പിക്കും. ഈ അവകാശപ്പെടലാണ് പിന്നീട് അവിടുന്ന് കുരിശിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. യഹൂദന്മാർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു പ്രസ്താവനയാണിത്. യോഹന്നാൻ സുവിശേഷം 11-ലേക്ക് നമ്മൾ വരുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച പശ്ചാത്തലത്തിൽ യേശു അവകാശപ്പെടുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും.
ഉയർപ്പ് നൽകുന്നവൻ മാത്രമല്ല, ഞാനാണ് ഉയർപ്പ്, ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ എന്ന് പ്രഖ്യാപിക്കുന്ന യേശു. പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു പറയുന്നത് സ്വർഗം തന്നെയാണ് തൻ്റെ അവകാശവാദങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കും, ഞാനാണ് വഴിയും സത്യവും ജീവനും. എല്ലാവർക്കും ജീവൻ നൽകുന്നവൻ, എല്ലാ സത്യത്തിൻ്റെയും പൂർണ്ണതയായവൻ, പിതാവിങ്കലേക്കുള്ള ഏക വഴിയായവൻ താനാണെന്ന് ഈശോ അവകാശപ്പെടുകയാണ്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശു മുന്തിരിച്ചെടിയാണ്, നമ്മൾ ഓരോരുത്തരുടെ ശാഖകളും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ താൻ വീണ്ടും വരാനിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. കടന്നുപോയിട്ടുള്ള ദൈവപുരുഷന്മാർക്ക് ആർക്കും പറയാൻ ധൈര്യമില്ലാത്തൊരു കാര്യം, ഞാൻ വീണ്ടും വരും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ ഞാൻ വീണ്ടും വരും എന്ന് ഈശോ പറഞ്ഞു. അന്ന് മുതൽ യേശുവിൻ്റെ ആ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. യേശുവിൻ്റെ ദ്വിതീയ ആഗമനത്തെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവരായിരുന്നു ആദിമ ക്രൈസ്തവർ. ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ ഒന്നാണ് വീണ്ടും വരാനിരിക്കുന്ന യേശു. യേശുവിൻ്റെ മറ്റൊരു അവകാശവാദം യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശു നസറത്തിൽ സിനഗോഗിൽ വെച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രോതാക്കൾക്കുണ്ടായ പ്രതികരണം ഇപ്രകാരമാണ്: എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. യേശുവിൻ്റെ വാക്കുകൾ ജീവനും ആത്മാവുമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണെന്ന് പറയത്തക്കവണ്ണം അവൻ സംസാരിച്ചതുപോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. അവൻ്റെ വാക്കുകളാണ് പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശവും. യേശുവിൻ്റെ വാക്കുകൾ കേട്ടാണ് ലോകം സത്യത്തിൻ്റെ മാർഗം മനസ്സിലാക്കുന്നത്. രാജാറാം മോഹൻ റായ് ഇപ്രകാരം പറഞ്ഞു: മതതത്വങ്ങളെ സംബന്ധിച്ച് ഞാൻ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ വെച്ച് എനിക്കൊരു കാര്യം ബോധ്യമായി, യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് മറ്റേതൊരു പ്രബോധനങ്ങളെക്കാൾ മനുഷ്യൻ്റെ സാൻമാർഗിക ജീവിതത്തിന് ഉപയുക്തം. യേശുക്രിസ്തുവിൻ്റെ വചനം ലോകത്തിനൊരു വലിയ അത്ഭുതമാണ്. അവൻ്റെ വാക്കാണ് ലോകത്തെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രധാന നേതാവായ രാജാറാം മോഹൻ റായ് യേശുവിൻ്റെ വചനങ്ങളെ അവഗാഹം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്,
മതതത്വങ്ങളെ സംബന്ധിച്ച് ഞാൻ നടത്തിയിട്ടുള്ള സുദീർഘവും നിരന്തരവുമായ ഗവേഷണങ്ങളിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു, മറ്റേതൊരാളുടെയും പ്രബോധനങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണ് സാൻമാർഗിക സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ഉപയുക്തങ്ങളും വിവേകസമ്പന്നനായ മനുഷ്യൻ്റെ വിനിയോഗത്തിന് കൂടുതൽ പര്യാപ്തങ്ങളും. യേശുക്രിസ്തു നൽകിയ സാരോപദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് KP കേശവമേനോൻ ഇപ്രകാരം തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി: ജീവിതത്തിൻ്റെ അർത്ഥവും ഉദ്ദേശ്യവും അറിയുവാനുള്ള മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കുന്ന വറ്റാത്ത ഉറവിടമാണ് യേശുക്രിസ്തു. സുവിശേഷങ്ങളുടെ വാസ്തവികതയെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഏണസ്റ്റ് റെനാൻ. ഫ്രഞ്ച് ഫിലോസഫറും യുക്തിവാദിയുമായിരുന്ന റെനാന് ഉണ്ടായിരുന്നൊരു സ്വപ്നം എല്ലാ മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതായിരുന്നു. മതങ്ങൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസം അതിന് തടസ്സമാണെന്ന് കണ്ടെത്തിയ റെനാൻ ഓരോ മതങ്ങളെയും പ്രത്യേകമായി പഠന വിഷയമാക്കി. റെനാന് മനസ്സിലായി, സുവിശേഷങ്ങൾ ചരിത്ര വസ്തുതകളായതുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കാൻ ആർക്കും പറ്റാത്തതുകൊണ്ട് ക്രിസ്തുമത വിശ്വാസത്തെ തകർക്കുക സാധ്യമല്ല. എങ്കിലും അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി, സുവിശേഷങ്ങൾ ചരിത്രപരമാണെങ്കിലും അവയുടെ വിശദാംശങ്ങളിൽ വിശ്വസിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും. അങ്ങനെ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വചനങ്ങളിൽ മായം കലർത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടെ റെനാൻ ഒരു സുദീർഘമായ ചരിത്ര ഗവേഷണ പഠനം നടത്തി. അതിനായി അദ്ദേഹം പാലസ്തീനയിലേക്ക് പോയി. സുവിശേഷങ്ങൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഒരു ഗവേഷകൻ്റെ മനസ്സോടെ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗവേഷണം പൂർത്തിയായി. ഗവേഷണ ഫലം അദ്ദേഹം ഇപ്രകാരം ലോകത്തോട് പറഞ്ഞു: യേശുവിനെക്കുറിച്ചുള്ള ബൈബിൾ വിവരണങ്ങൾ ഒക്കെയും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ജെറൂസലം മുതൽ സുവിശേഷങ്ങൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചു. പുക പോലെ അസ്ഥിരമായി ഞാൻ വിചാരിച്ചിരുന്ന സംഗതികളെല്ലാം പാറ പോലെ സ്ഥിരമുള്ളതായി ഞാൻ കണ്ടു. സുവിശേഷ ചരിത്രങ്ങൾക്ക് അതത് സ്ഥലങ്ങളോടുള്ള ചേർച്ചയും യോജിപ്പും എനിക്കൊരു പുതിയ വെളിപാടായി. ഞാൻ കണ്ട കാഴ്ചകളൊക്കെയും 4 സുവിശേഷങ്ങളെ വീണ്ടും സ്ഥിരപ്പെടുത്തുന്ന 5-ാം സുവിശേഷമായി തീർന്നു. ഞാൻ അവിശ്വസിച്ചവനായ ക്രിസ്തു അവിടങ്ങളിൽ ജീവനോടെ സഞ്ചരിക്കുന്നവനെ പോലെ ഞാൻ കാണുകയും ചെയ്തു. യേശുവേ, നീ മനുഷ്യവർഗത്തിൻ്റെ മൂലക്കല്ല്. നിന്നെ നിർമൂലമാക്കാൻ ശ്രമിക്കുന്നത്
ഭൂമിയുടെ അടിസ്ഥാനം കുലുക്കുക തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ അനന്യമായ വചനം അത്ഭുതത്തോടെ വായിച്ച് പഠിച്ച ഒരാളാണ് ശ്രീ വിവേകാനന്ദ സ്വാമി. യേശുവിൻ്റെ സുവിശേഷം വായിച്ചതിന് ശേഷം പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദങ്ങളിലിരുന്ന് അവിടുത്തെ പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകുന്ന രംഗം ആ തിരുവചന ഭാഗം വായിച്ച ശേഷം വിവേകാനന്ദ സ്വാമി ഇങ്ങനെ പറഞ്ഞു: യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ കഴുകുവാൻ ഞാൻ ഉപയോഗിക്കുമായിരുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് താഴെ വീണ് നഷ്ടപ്പെട്ടു പോകുന്ന കണ്ണുനീര് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ജീവൻ നിലനിർത്തുന്ന ജീവരക്തം എൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്ത് ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു. യേശുവിൻ്റെ സുവിശേഷത്താൽ ഏറെ സ്വാധീനിക്കപ്പെട്ട ഒരാളാണ് സാഹിത്യകാരനായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലുള്ള പ്രസിഡൻ്റായ അദ്ദേഹം സൺഡേ ശാലോമിൽ ഇപ്രകാരം എഴുതി ഒരിക്കൽ: എൻ്റെ ആത്മാവ് ചാരി നിൽക്കേണ്ടത് യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തു ജനിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. എന്നെ ആശ്വസിപ്പിക്കാൻ വേറെ ഒരാൾ ഉണ്ടായിരുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവാണ്. ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ് പോകുന്നത്. ഞാൻ നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുവും കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. യേശുവിൻ്റെ വിശ്വപ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ആശ്വാസവും സമാധാനവും രക്ഷയും നൽകുന്ന ആ വചനത്താൽ നമുക്ക് നിറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് സംസാരിച്ചതുപോലെ ആരും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. കാരണം അങ്ങ് പിതാവിൻ്റെ തന്നെ വചനമാണ്. അങ്ങയുടെ വചനം ആത്മാവും ജീവനുമായതിനാൽ ആ വചനത്തിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയം തകരുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ജീവിത പ്രതിസന്ധികളാൽ ഞങ്ങൾ അലയുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശവുമാകട്ടെ. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ സ്വതന്ത്രരാകുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ആമേൻ.